വിശ്വസിഹായിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത് അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന. ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ജീവിതത്തിൽ എല്ലാ കുറവുകളും നികത്തപ്പെടുവാൻ, മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ മാറിപ്പോകുവാൻ, ഏതെങ്കിലും അടിമത്തങ്ങളോ ദുശീലങ്ങളുണ്ടെങ്കിൽ മാറി നിന്നുകൊണ്ട് ദൈവാശ്രയ ബോധ്യത്തിലേക്ക് വരുവാൻ, പ്രാർത്ഥനാ കുറവുകൾ നികത്തപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വചനം: നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കൾ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണുന്നുണ്ട്. നല്ല കുടുംബങ്ങളിൽപ്പെട്ട മക്കൾ പലരും പല രീതിയിൽ കഞ്ചാവിൻ്റെയും ഡ്രഗ്സിന് പിടിയിൽ അമരുന്നു, പല കള്ളക്കേസിൽ കുടുങ്ങുന്നു. കള്ളത്തരങ്ങൾ കാണിച്ച് പോലീസുകാർ പിടിച്ചു കഴിയുമ്പോൾ വീട്ടുകാർ അറിയുന്നു. അങ്ങനെ കുടുംബത്തിൻ്റെ സൽപ്പേര് നഷ്ടപ്പെടുന്നു. അഥവാ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ചീത്ത സ്നേഹബന്ധത്തിലേക്ക്, തെറ്റായ ബന്ധങ്ങളിലേക്ക്, തെറ്റായ പ്രവർത്തന ശൈലിയിലേക്ക്, ദുശീലങ്ങളിലേക്ക് വീണു പോകുന്ന മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലെ ഏതൊരു മക്കൾക്ക് ഈ പറയുന്ന പിടിവാശിയോ നന്മയിൽ നകന്നു പോവുകയോ പ്രാർത്ഥനാക്കുറവുണ്ടെങ്കിൽ അതിനെല്ലാം കടിഞ്ഞാനിട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അധമ വികാരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നല്ല കൃപ ശരീരം, മനസ്സാത്മാവ് നിയന്ത്രിക്കുവാൻ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ, ആത്മനിയന്ത്രണം എന്ന ആ കൃപ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിറയട്ടെ. മൂലപാപങ്ങളിൽ നിന്ന് പിന്തിരിയുവാൻ, പ്രത്യേകിച്ച് അഹങ്കാരത്തിൽ നിന്നും, ദ്രവ്യാഗ്രഹത്തിൽ നിന്നും, മോഹഭാവത്തിൽ നിന്നും, കോപത്തിൽ നിന്നും, അസൂയിൽ, മടിയിൽ നിന്നൊക്കെ മാറി നിൽക്കുവാൻ, അങ്ങനെ അതിനെതിരായി പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് എളിമയിലും മിതഭോജനത്തിലേക്കും ഉത്സാഹത്തിലേക്കും സ്നേഹത്തിലേക്കൊക്കെ നമ്മുടെ മക്കൾ വളർന്നു വരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ. ആമേൻ. മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ എല്ലാവിധ മൂലപാപങ്ങളിൽ നിന്നും ശുദ്ധി നേടുവാൻ കൃപ നേരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതും വികാരങ്ങളിൽ നിന്ന് ശുദ്ധീകരണം ഉണ്ടായി വികാരങ്ങളെ നിയന്ത്രിച്ച് പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് തിന്മയെ തോൽപ്പിച്ച് അവിടുത്തെ പ്രിയ മക്കളായി ഞങ്ങളുടെ മക്കൾ മാറട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.